എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും ജയൻ സ്വീറ്റ്സിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഞാൻ ഷെഫ് ജെനിസൺ. പ്രധാനപ്പെട്ട 5 തരം പേസ്ട്രികളിൽ ഒന്നാണ് ഷോർട്ട് ക്രസ്റ്റ് പേസ്ട്രികൾ. ഷോർട്ട് ക്രസ്റ്റ് പേസ്ട്രി വിഭാഗത്തിൽ വരുന്ന ഒരു ഫഡ്ജ് ടാർട്ടാണ് ഇന്ന് നമ്മൾ തയ്യാറാക്കുന്നത്. അതെങ്ങനെയാണെന്ന് വീഡിയോയിലൂടെ നോക്കാം. പേസ്ട്രി തയ്യാറാക്കുന്നതിനായി ബട്ടർ 50 ഗ്രാം, പൊടിച്ച പഞ്ചസാര 50 ഗ്രാം, മുട്ട ഒരു മുട്ടയുടെ പകുതി, മൈദ 125 ഗ്രാം, വാനില പൗഡർ 5 ഗ്രാം. ആദ്യമായി ബട്ടർ, പൊടിച്ച പഞ്ചസാര, ഒരു മുട്ടയുടെ പകുതി എന്നിവ ചേർത്ത് നന്നായി യോജിപ്പിക്കുക. ഇതിലേക്ക് അരിച്ചു വെച്ചിരിക്കുന്ന മൈദ, വാനില പൗഡർ എന്നിവ കൂടി ചേർത്ത് മൃദുവായി കുഴച്ചെടുക്കുക. ഇവിടെ ഒരു ഷോർട്ട് ക്രസ്റ്റ് പേസ്ട്രി തയ്യാറാക്കുമ്പോൾ ബട്ടർ, പഞ്ചസാര, മൈദ എന്നിവയുടെ അനുപാതം 1:1:2 എന്ന രീതിയിലാണ്. ഈ മാവിന്റെ പരുവം ഏകദേശം കുക്കീസിന് തുല്യമായിരിക്കും. പിന്നീട് ഒരു ടാർട്ട് ടിൻ അല്ലെങ്കിൽ പാറ്റി ടിൻ എടുത്ത് അതിൽ അല്പം ബട്ടർ തടവിയ ശേഷം കുറച്ച് മൈദയും കൂടി വിതറി ടിൻ തയ്യാറാക്കിയെടുക്കുക. തുടർന്ന് മാവിൽ നിന്നും നിശ്ചിത തൂക്കത്തിലുള്ള ഉരുളകളാക്കി ഉരുട്ടിയെടുത്ത് തയ്യാറാക്കിയ ടിന്നിൽ വീഡിയോയിൽ കാണുന്നത് പോലെ അമർത്തി കനം കുറച്ച് പരത്തി വയ്ക്കുക. ഇവിടെ 15 ഗ്രാം തൂക്കമാണ് എടുത്തിരിക്കുന്നത്. പുറത്തേക്ക് അധികം വരുന്ന മാവിനെ ഒരു കത്തിയുടെ സഹായത്താൽ മുറിച്ചു മാറ്റേണ്ടതാണ്. ഇവിടെ തയ്യാറാക്കുന്ന ടാർട്ട് കുമളച്ച് പൊങ്ങി വരാതിരിക്കുന്നതിനായി ഒരു ഫോർക്ക് ഉപയോഗിച്ച് വീഡിയോയിൽ കാണുന്നത് പോലെ ചെയ്യുക. തുടർന്ന് 170 ഡിഗ്രി സെൽഷ്യസിൽ ഓവൻ 1 മിനിറ്റ് പ്രീഹീറ്റ് ചെയ്യുക. ചൂടായിരിക്കുന്ന ഓവനിൽ 10 മിനിറ്റ് മുതൽ 15 മിനിറ്റ് വരെ ഇവയെ ബേക്ക് ചെയ്തെടുക്കുക. ഇത്തരത്തിൽ തയ്യാറാക്കിയിരിക്കുന്ന ടാർട്ട് ഷെല്ലുകളെ ചൂടാറിയതിനു ശേഷം വായു കടക്കാത്ത ടിന്നുകളിലാക്കി 40 ദിവസം വരെ സൂക്ഷിച്ചുപയോഗിക്കാവുന്നതാണ്. ഇവിടെ ഫഡ്ജ് ടാർട്ടിനായുള്ള ഫില്ലിംഗ് എങ്ങനെ തയ്യാറാക്കാമെന്ന് നോക്കാം. അതിനായി പഞ്ചസാര 70 ഗ്രാം, ബട്ടർ 40 ഗ്രാം, കണ്ടൻസ്ഡ് മിൽക്ക് 60 ഗ്രാം, കശുവണ്ടി 50 ഗ്രാം, ഉണക്കമുന്തിരി 50 ഗ്രാം. ചുവട് കട്ടിയുള്ള ഒരു പാത്രം എടുത്ത് ചൂടാക്കിയ ശേഷം ഇതിലേക്ക് പഞ്ചസാര ചേർത്ത് ഇളക്കി ഉരുക്കി തുടങ്ങുക. ഇളം തവിട്ട് നിറമാകുമ്പോൾ ഇതിലേക്ക് ബട്ടർ ചേർക്കുക. ബട്ടറിലെ ജലാംശം കുറഞ്ഞു തുടങ്ങുമ്പോൾ ഇതിലേക്ക് കണ്ടൻസ്ഡ് മിൽക്ക് ചേർത്തിളക്കുക. ഉടൻ തന്നെ കശുവണ്ടിയും മുന്തിരിയും ചേർത്ത് 30 സെക്കൻഡ് വരെ ഇളക്കി യോജിപ്പിച്ച് തീയിൽ നിന്നും മാറ്റിവെക്കുക. ഇത് തണുത്ത ശേഷം നേരത്തെ തയ്യാറാക്കിയ ടാർട്ട് ഷെല്ലുകളിൽ ആവശ്യാനുസരണം നിറച്ച് അലങ്കരിച്ച് വിളമ്പാവുന്നതാണ്. സൽക്കാരങ്ങളിൽ ഡെസേർട്ടുകളായി വിളമ്പാവുന്ന നല്ലൊരു ഫഡ്ജ് ടാർട്ട് എങ്ങനെ തയ്യാറാക്കാമെന്ന് ഈ വീഡിയോയിലൂടെ മനസ്സിലായെന്ന് പ്രതീക്ഷിക്കുന്നു. എല്ലാവിധ സപ്പോർട്ടുകളും പ്രതീക്ഷിച്ചുകൊണ്ട് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം.